തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഒക്ടോബർ 14 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 25 വരെയും, സങ്കീർത്തനങ്ങൾ 1 മുതൽ 4 വരെയും 6-ഉം, വിശുദ്ധ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 42 മുതൽ 46 വരെയും തിരുവചനങ്ങൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ആത്മീയതയിൽ വന്ന് ഭവിക്കാവുന്ന 2 ഭവിഷ്യത്തുകളെയാണ് സുവിശേഷം എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിലൊന്ന് മേന്മ ഭാവിക്കലാണ്, അംഗീകാരം ആഗ്രഹിക്കലാണ്, പ്രമുഖ സ്ഥാനം അലങ്കരിക്കാനുള്ള ശ്രമമാണ്. രണ്ടാമത്തേത് അവരനെ ഭാരപ്പെടുത്തലാണ്. വ്യക്തിപരമായി അവനവനോട് തന്നെ കാട്ടുന്ന ഒരു അനീതിയാണ് ഈ മഹത്വവൽക്കരണത്തിനുള്ള ശ്രമം. രണ്ടാമത്തേതാകട്ടെ അഭരനെ ഭാരപ്പെടുത്തുന്നതും. രണ്ടിടങ്ങളിലും വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് നാം താഴെ വീഴുകയാണ് എന്ന പരമാർത്ഥം അറിയണം. സുവിശേഷം ഇന്ന് ഫരിസേയരെയും നിയമജ്ഞരെയും വിമർശിക്കുന്നതായി കാണുന്നത് ഈ 2 കാര്യങ്ങളിലാണ്. ഈശോ പറയുകയാണ്, നിങ്ങളിങ്ങനെ പ്രമുഖ സ്ഥാനം ആഗ്രഹിക്കുന്നു, നിങ്ങൾ മേന്മ ഭാവിക്കുന്നു. ജീരകത്തിൻ്റെയും ചതകോപ്പയുടെയൊക്കെ ദശാംശം കൊടുക്കുകയും ആചാരാധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഫരിസേയരോടാണ് ഇപ്രകാരം പറയുക. അവർ മേന്മ ഭാവിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഈ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്? ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മേന്മ ഭാവിക്കാനാണ്. നാം എന്ത് ചെയ്യുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് കരുതി നാം ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഇത് നെള്ളിക്കുന്നുണ്ട്. നാം അറിയാതെ ഭക്തി അഭ്യസിക്കുന്നതായി കാണുന്നതും ജപമാല അർപ്പിക്കുന്നത് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ കൊള്ളാം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെക്കുറിച്ച് അങ്ങനെ കരുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം വളർന്നു വരാനിടയുണ്ട്. ഒരു സ്വന്തം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ നന്മ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം ഇപ്രകാരമായി മാറുമ്പോൾ അത് വിശ്വാസത്തിനെതിരായ തിന്മയാണെന്നാണ് സുവിശേഷമെന്ന് ഓർമ്മിപ്പിക്കുക. ഇതൊരു ഫരിസേയ മനോഭാവമാണ്. പദവി ആഗ്രഹിക്കുന്ന, മേന്മ ആഗ്രഹിക്കുന്ന, അംഗീകാരം കൊതിക്കുന്ന ഒരാളായി മാറുക. ഇത് ഒരു ഭാവമാണ്. നിയമജ്ഞനോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾക്കും ദുരിതം. എന്താണ് അവരുടെ പ്രശ്നം? അവർ നിയമം അടിച്ചേൽപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു. അവരെന്നെ ഭാരപ്പെടുത്തുന്നവരായിട്ട് മാറുക. ആത്മീയത യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്നതിന് പകരം അവരെ അടിമപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് പോകുന്നു. ആചാരബദ്ധമായ ജീവിതത്തിൻ്റെ നുഖങ്ങൾ മനുഷ്യരുടെ ചുമലിൽ ഏറ്റുവെക്കുന്നതിൻ്റെ പുറകിലുള്ളത് ഇത്തരത്തിലുള്ള കാപഢ്യമാണെന്ന് യേശു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവൃത്തികളിൽ ഈ 2 ഭാവങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഒന്ന് അത് മേന്മഭാവിക്കലാണെങ്കിൽ, ഒന്ന് അവരുടെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. 2 ഇടങ്ങളിലും പതറിപ്പോവുകയാണ് നാം, ദുരിതത്തിലകപ്പെടുകയാണെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ടത് നമ്മെ നയിക്കുന്നത് ഏത് പ്രവൃത്തികളാണെന്നാണ്. നമ്മെ നയിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആത്മാവാണ്, നമ്മുടെ മാനുഷിക ചിന്തകളല്ല. മറ്റിടത്ത് 2 സംഭവം എന്താണ്? അത് രണ്ടിനകത്തും പ്രവർത്തിക്കുന്നത് മാനുഷികതയാണ്. മാനുഷികതയാണല്ലോ മേന്മ ഭാവിക്കാൻ ശ്രമിക്കുക, മാനുഷികതയാണല്ലോ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് വരണം, സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. അതുകൊണ്ട് ആത്മാവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ എന്ന് ഗലാത്യ ലേഖനം ചോദിക്കുന്നുണ്ട്. വ്യഭിചാരം, ദ്രവ്യാസക്തി, വിഗ്രഹാരാധന തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, അസൂയ, കോപം, കലഹം, അങ്ങനെ ആത്മാവിനെതിരായ തിന്മകൾ, ആത്മാവിൻ്റെ ഭാവത്തിന്, സ്വതന്ത്രതയ്ക്ക്, അവരെ കരുതുന്നതിന് എതിരായ പ്രവൃത്തികൾ, സ്വേച്ഛയ്ക്ക് വിധേയപ്പെടുന്ന പ്രവൃത്തികൾ, അത്തരത്തിലുള്ള പ്രവൃത്തികൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ വ്യാപാരങ്ങൾ എന്താണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മളിങ്ങനെ വ്യഭിചാരമുണ്ടോ, ദുർവൃത്തിയുണ്ടോ, വിഗ്രഹാരാധനയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. വളരെ നല്ലവരായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നേരെ തിരിച്ച് ആത്മാവിൻ്റെ സത്ഫലങ്ങളുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ആത്മാവിൻ്റെ സത്ഫലങ്ങൾ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അങ്ങനെയൊക്കെ ഉണ്ടോ? ആത്മനിയന്ത്രണമുണ്ടോ? അടക്കം, ശുദ്ധത, അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, നമുക്ക് പലയിടത്തും കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട്. നമുക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയും, പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കി, അവരെ അംഗീകരിക്കാൻ നമുക്കിപ്പോഴും പറ്റിയിട്ടില്ല. നമ്മെ എതിർക്കുന്നവനെ എപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. സ്നേഹമെന്ന് പറയുന്നതിന് 2 ഭാവങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യമല്ല. അതെപ്പോഴും ഒരുപോലെ ഇരിക്കേണ്ടതാണ്. എതിർക്കുന്നവനെ സ്വീകരിക്കുന്ന ഒന്നിൻ്റെ പേരാണ് സ്നേഹം. അവരെന്നോട് അകൃത്യം കാണിക്കാൻ, അവരെന്നോട് ദ്രോഹം കാണിക്കാൻ അനുവാദം കൊടുക്കുന്ന മനോഭാവത്തിൻ്റെ പേരാണ് സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം എനിക്കുണ്ടോ
ക്രിസ്തു സ്നേഹത്തിലാണോ ഉപവിയിലാണോ ഞാനെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. അങ്ങനെ ആത്മാവിൻ്റെ 12 ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം നയിക്കപ്പെടുന്നത് ആത്മാവിനാലാണോ ജഡത്താലാണോ എന്നും. അങ്ങനെ ആത്മാവിനാലാണെങ്കിലാണ് യഥാർത്ഥത്തിൽ നാം നിയമത്തിൽ നിന്ന് പുറത്തു കിടക്കുക. നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. യഥാർത്ഥത്തിൽ അപരത്വത്തോടുള്ള കരുതലും സ്നേഹവുമായിട്ട് ജീവിതം മാറ്റണമെന്നാണ് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദമുള്ളവരായിരിക്കുക, സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കുക എന്നർത്ഥം. നീർച്ചാലിനരികെ നട്ട മരം പോലെ ആയിത്തീരുമെന്നാണ്, ഇലപൊഴിയാത്ത വൃക്ഷം പോലെ ആയിത്തീരുമെന്നാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. യഥാർത്ഥത്തിൽ നീർച്ചാലിനരികെ നടപ്പെട്ട വൃക്ഷങ്ങളായിട്ടാണ് നാം ജീവിക്കേണ്ടത്. കാരണം ജീവൻ്റെ നീർച്ചാലുകളായ കൂദാശകളിലാണല്ലോ നാം നമ്മുടെ ജീവിതം ഉറപ്പിക്കുന്നത്. പരിഹാസകരുടെ ദുഷ്ടരുടെ മാർഗ്ഗം ഇങ്ങനെയല്ല. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നിശ്ചയമായും സ്നേഹത്തിൻ്റെ വഴിയിലൂടെ അവരിന് സൗഖ്യം കൊടുക്കുന്നവരായി, ആനുകാലിക ലോകത്തിന് നന്മ പകരുന്നവരായി, ആനന്ദത്തിൽ ആയിരിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി, സ്നേഹത്തിൽ ആനന്ദിക്കുന്നവരായി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെടുന്നത് കപടതയുടെ ഈ 2 മാനങ്ങളെ ഉപേക്ഷിച്ച് ദൈവികതയുടെ, ആത്മീയതയുടെ, സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തേക്ക് വരാനാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നാം കാണേണ്ടത് ക്രിസ്തുവിൽ വേരുപാകപ്പെട്ട ജീവിതമാണ്. ക്രിസ്തുവിൽ വേരുപാകപ്പെട്ട ജീവിതത്തിന് ഒരിക്കലും ദുഷ്ടത പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അത് സ്നേഹത്തിൻ്റെ, സൗമ്യതയുടെ, ആത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കും ചുറ്റും പരത്തുക. അപ്രകാരമായി തീരാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകാം. മാനുഷിക ബലഹീനതകൾ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മെ തടഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് അനുദപിക്കാം. ഒപ്പം തന്നെ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.